വയനാട് ദുരന്ത സഹായത്തിൽ കേന്ദ്രം സംസ്ഥാനത്തിനോട് പണം ആവശ്യപ്പെട്ടു എന്ന പ്രചാരണം കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കള്ളവാർത്തകൾക്ക് പിന്നിൽ ചില മാധ്യമങ്ങളാണെന്നും കെ. സുരേന്ദ്രൻ ജനം ടിവിയോട് പ്രതികരിച്ചു. പ്രധാനമന്ത്രി സഞ്ചരിച്ചാലും എയർഫോഴ്സിന് വിമാനക്കൂലി നൽകണം, അതെല്ലാം ഒരു സാധാരണ നടപടിക്രമം മാത്രമാണെന്നും കെ. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. മെക്സവൻ കൂട്ടായ്മ ദേശവിരുദ്ധമാണെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ലെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനോട് പണം ആവശ്യപ്പെടുകയെന്നാണ് പൊതുവെയുള്ള ഒരു പരാതി. അത് ഒന്നാമത്തെ കാര്യം, അതൊരു വ്യാജ പ്രചാരണമാണ്. രണ്ടാമത്തെ കാര്യം, സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ഒരു ആളുകളാണ് ഇത് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള ചെലവുണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ റവന്യൂ വകുപ്പിലേക്ക് വൈദ്യുതി വകുപ്പ് അധികം കറണ്ട് കൊടുക്കുകയാണെങ്കിൽ കറണ്ട് ചാർജ് ആ വകുപ്പ് ഈടാക്കും. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വകുപ്പിലേക്ക്, പൊതുമരാമത്ത് വകുപ്പിലേക്ക് അധികം വെള്ളം കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ, വെള്ളക്കരം അവർ ഈടാക്കും. എല്ലാ വകുപ്പുകളും വൈദ്യുതി ചാർജ് അടയ്ക്കുന്നുണ്ടല്ലോ, എല്ലാ വകുപ്പുകളും വെള്ളക്കരം അടയ്ക്കുന്നുണ്ടല്ലോ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പം FCI അരി കൊടുക്കുമ്പോൾ അതിനുള്ള കാശ് FCI വാങ്ങിക്കും, ഭക്ഷ്യവകുപ്പ് അത് വാങ്ങിക്കും. ഇത് തന്നെയാണ് കേന്ദ്രത്തിലുള്ളത്. കേന്ദ്രത്തിൽ നമ്മുടെ നികുതിപ്പണം തന്നെയാണ്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചിട്ടാണ് ഹെലികോപ്റ്ററുകൾ പറക്കുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും യന്ത്രസാമഗ്രികൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ അതിനുള്ള പണം ഈടാക്കും. അത് പ്രധാനമന്ത്രി യാത്ര ചെയ്താലും രാഷ്ട്രപതി യാത്ര ചെയ്താലും വിമാനക്കൂലി എയർഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് കൊടുക്കണം. ഇത് നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങളെല്ലാം ഇങ്ങനെയാണ്. കേരളത്തിനോട് എന്തോ അധികം ചോദിക്കുന്നു എന്നുള്ള ഒരു തെറ്റായ പ്രചരണമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ വയനാട് പുനരധിവാസ പാക്കേജിലോ വയനാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള SDRF ഫണ്ടിലേക്കൊക്കെ പണം കിട്ടുമ്പോൾ ഈ ആവശ്യങ്ങൾ കൂടിയുള്ള പണമാണ് അവർ ചോദിക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ കുടിശ്ശിക തീർക്കുന്നില്ല, ഇത് ഇന്നത്തെ വയനാട് ദുരന്തത്തിൻ്റെ പേരിലുണ്ടായ കുടിശ്ശികയല്ല, എത്രയോ വർഷങ്ങളായിട്ടുള്ള കുടിശ്ശികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വ്യാജ പ്രചരണമാണ്. സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് അറിയുന്ന ആരും ഇത്തരം പ്രചരണം വിശ്വസിക്കില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ചില മാധ്യമങ്ങളാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു കള്ള വാർത്ത, ഒരു പ്രധാനപ്പെട്ട പത്രത്തിലെ 1-ാം പേജിലാണ് ഇങ്ങനെയൊരു വ്യാജ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് BJP സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക, മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു, കേരളത്തെ പിഴിയുന്നു എന്നുള്ളൊരു കള്ളപ്രചരണമാണ്. ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. മറ്റൊന്ന്, ഈ മെക്സവൻ ഈ കൂട്ടായ്മയെ ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതായത് അതിന് പിന്നിൽ ജമാഅത്തെയാണെന്ന് അവസാനം CPM അടക്കം ഒരു ആശങ്കയുണ്ട് പൊതുവെ. അല്ല, CPM-ന്റെ കയ്യിലല്ലേ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്? എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെയൊരു മെക്സവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എല്ലാ സ്ഥലങ്ങളിലും ആയോധന പരിശീലനവും രാവിലെ പിന്നെ ശാരീരികമായിട്ടുള്ള ഇതെല്ലാം സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെവിടെയായിരുന്നു? പോലീസിൻ്റെ ഇൻ്റലിജൻസ് എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് ഇതൊരു രാജ്യദ്രോഹ കൂട്ടായ്മയാണെങ്കിൽ അവർ കേന്ദ്രത്തെ അറിയിക്കാതിരുന്നത്? ഈ കേരള പോലീസിലെ ഇൻ്റലിജൻസ് വിഭാഗം ആരുടെ നിയന്ത്രണത്തിലായിരുന്നു? എന്തുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കാത്തത്? ദേശസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ പിന്നെ CPM പറയാണ്. CPM-ന് അങ്ങനെ പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള എന്ത് അവകാശമാണുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയായിട്ട് അവർ പരസ്യമായിട്ട് കൂട്ടുകൂടിയിട്ടില്ലേ? SDPI ആൾക്കാരും PFI-യുമായിട്ട് അവർ പല പഞ്ചായത്തുകളിലും ഭരിക്കുന്നില്ലേ? അപ്പോൾ UDF-ഉം LDF-ഉമാണ് മതഭീകരവാദികളെ കേരളത്തിൽ വളർത്തിയിട്ടുള്ളത്. PFI നിരോധനത്തിന് ശേഷം അവരുടെ അനുയായികളെല്ലാം ഒന്നുകിൽ ലീഗിലേക്ക് പോയി അല്ലെങ്കിൽ DYFI-യിലേക്ക് പോയി. ഈ രണ്ട് മുന്നണികളും PFI നിരോധനത്തിന് ശേഷം അവരെ അനുയായികളെ റിക്രൂട്ട് ചെയ്യുന്നുള്ള തിരക്കിലാണ്. മെക്സവൻ ഒരു അപകടം തന്നെയാണ്, അതിനെ അംഗീകരിക്കുന്നു. പക്ഷെ കേരള പോലീസിന്റെ തണലിലാണ് സംസ്ഥാനത്ത് ഭീകരവാദ ശക്തികൾ തടിച്ചു കൊഴുക്കുന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ കേരള പോലീസിന്റെ തണലിൽ തന്നെയാണ് സംസ്ഥാനത്ത് ഭീകരവാദികൾ തടിച്ചു കൊടുക്കുന്നത് തന്നെയാണ് അല്പസമയം മുമ്പ് അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ഇത്തരത്തിലുള്ളൊരു ആശങ്കയുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് കേന്ദ്രത്തിനെ അറിയിച്ചില്ലെന്നും കെ. സുരേന്ദ്രൻ ചോദിക്കുന്നു.